ഇസ്ലാമിൻ്റെ ചിഹ്നമായിട്ടാണ് ഇസ്ലാം മുആഖാത്തിനെ കാണുന്നത്, സഹോദര്യത്തെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞൊരു ശൈലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, ഓമന പേര് കൊണ്ട് അല്ലാഹു വിളിക്കുന്നു. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുമ്പോൾ ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ടത് എന്നെയാണ് റബ്ബ് വിളിക്കുന്നത് എന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മടിക്ക് പറയേണ്ട ആവശ്യമില്ല, ഓർമ്മ വെച്ചോളീൻ. യാ അയ്യുഹല്ലദീന ആമനു എന്ന ആ പദം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോഴോ കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ നാം മനസ്സിലാക്കേണ്ടത് എന്നെയാണ് റബ്ബ് വിളിക്കുന്നത് എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഹഖ്ക തുഖാതിഹി, ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കുക. അല്ലാഹു ഭയപ്പെടാൻ വേണ്ടി കൽപ്പിച്ച ശൈലിയുണ്ട്, അതുപോലെ ഭയപ്പെടണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടുള്ളതല്ല. പിന്നെന്താ പറഞ്ഞത്? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ശേഷം അങ്ങനെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള റൂട്ട്, ലൈന്, ശൈലി, പ്രവർത്തന ശൈലി റബ്ബ് പറഞ്ഞു തരികയാണ്. അതെന്താണ്? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിൻ്റെ ഹബ്ല്, അല്ലാഹുവിൻ്റെ ചിറട് പിടിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണം. വലാ തഫറഖൂ, ഒറ്റക്കെട്ടായി അണിനിരക്കണം എന്ന് പറഞ്ഞതിൻ്റെ വിശദാംശമാണ്. അഥവാ നിങ്ങൾ ഭിന്നിക്കാൻ പാടുള്ളതല്ല, ഭിന്നിക്കാൻ പാടുള്ളതല്ല. ദീനിൽ നിങ്ങൾ ഭിന്നിക്കരുത്, ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കാൻ പാടുള്ളതല്ല. വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുകയാണ്. നിങ്ങളെ ഞാൻ എന്തിലൂടെയാണ് നിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാക്കിയത് എന്നത് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅ, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങളൊന്ന് സ്മരിച്ചു നോക്കുക, ഓർത്തു നോക്കുക. പണ്ട് നിങ്ങൾ ആരായിരുന്നു? പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു? പണ്ട് നിങ്ങൾ എന്തായിരുന്നു? ഞാൻ സെലക്ട് ചെയ്ത വിഷയമാകുന്ന അൽ അൻസാർ എന്ന സബ്ജക്റ്റ്, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന വേളയിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ മദീനയിൽ ഔസുകളും ഖസ്റജികളും ചെയ്തതായ പോരാട്ടങ്ങൾ ഇസ്ലാമിന് മുമ്പ്. ഔസികളും ഖസ്റജികളും അവരാണ് യഥാർത്ഥത്തിൽ പിന്നെ ആരായി മാറിയത്? അൻസാരികളായി മാറിയത്. ആ അൻസാരികളായി മാറുന്നതിന് മുമ്പ് അവർ കാഫിരീങ്ങൾ ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ അവർ പോരാടിക്കൊണ്ടേ ഇരുന്നു. അവസാനം നടന്ന പോരാട്ടം അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ പിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങളും അൻസാറുകളാരി എന്നത് പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകളിലേക്ക് സൂചന നൽകുകയാണ്. ഇത് കുന്തും അദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്ന കാലഘട്ടത്തിൽ. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക. ഇത് കുന്തും അദാഅ, നിങ്ങൾ ഭിന്നിച്ച് ശത്രുക്കളായിരുന്ന കാലഘട്ടത്തിൽ. ഭിന്നിക്കുമ്പോൾ ശത്രുക്കൾ ആയി മാറുന്നു, ഭിന്നിപ്പുണ്ടാകുമ്പോൾ ശത്രുത ഉണ്ടാകുന്നു. തൗഹീദിൻ്റെ വക്താക്കളാണെന്ന് വാദിച്ചാലും ശരി, തൗഹീദിൻ്റെ വക്താക്കളാണെന്ന് വാദിച്ചാലും ഭിന്നിക്കുമ്പോൾ ശത്രുത ഉണ്ടാകുന്നു. തൗഹീദിൻ്റെ വക്താക്കളാണെന്ന് വാദിക്കുന്നവർ ഭിന്നിച്ചിട്ട് പരസ്പരം സലാം പറയാത്ത ദയനീയ അവസ്ഥ നാം കണ്ടില്ലേ? പരസ്പരം സന്ദർശിക്കാത്ത ദയനീയ അവസ്ഥ നാം കണ്ടില്ലേ? പരസ്പരം സ്നേഹബന്ധമില്ലാത്ത ശത്രുത പുലർത്തുന്നതായ ദയനീയ അവസ്ഥ നാം കണ്ടില്ലേ? ഇത് കുന്തും അദാഅ, നിങ്ങൾ ശത്രുക്കളായപ്പോൾ. അങ്ങനെ ജീവിച്ചിരുന്ന മേഖലയിൽ നിന്നിട്ട് ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ലയനമുണ്ടാക്കി, സ്നേഹമുണ്ടാക്കി, ബന്ധമുണ്ടാക്കി, ഐക്യമുണ്ടാക്കി. റബ്ബ് പറയുന്നു ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ, നിങ്ങൾ ആരായി മാറി? അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നിങ്ങൾ ഏകോദര സഹോദരന്മാരായി മാറി മദീനയിൽ. അതാണ് നിങ്ങൾ അൻസാരികളെ കുറിച്ച് കേൾക്കാൻ പോകുന്നത്. അതുപോലെ മക്കയിൽ
ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ. പിന്നൊരു ശൈലി അല്ലാഹ് പറയുന്നു, വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ. യഥാർത്ഥത്തിൽ നിങ്ങൾ പണ്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ച നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതരായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ. നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ടാണ് ഏകോദര സഹോദരന്മാരായി. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. നിങ്ങളുടെ പരസ്പരമുള്ള ആ സഹോദര ബന്ധം നിലനിർത്തണമെന്ന ആ കൽപ്പന നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയവരായി മാറിയത് എപ്പോഴാണ്? ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ടായി? ആദ്യം ലയനമുണ്ടായി. ഹൃദയത്തിൽ സ്നേഹമുണ്ടായാലേ പുറത്ത് സ്നേഹം പ്രകടമാവുകയുള്ളൂ. ഹൃദയത്തിൽ സ്നേഹമില്ലാത്ത കാലഘട്ടത്തോളം ഐക്യമുണ്ടാക്കാൻ സാധിക്കൂല. നിഫാഖ്, മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിസരത്തിൽ ജീവിച്ചതായ കപടവിശ്വാസികളായ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ ഇന്നൽ മുനാഫിഖീൻ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചതായ ആ കപടവിശ്വാസികൾക്ക് എന്തുകൊണ്ട് മുസ്ലിങ്ങളോട് സ്നേഹമുണ്ടായില്ല? അവരുടെ ഹൃദയത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ ആ വിശ്വാസമുണ്ടായില്ല. അപ്പോൾ സ്നേഹിക്കേണ്ടത് വിശ്വാസത്തിലൂടെയാണ്, ഐക്യമുണ്ടാവേണ്ടത് വിശ്വാസത്തിലൂടെയാണ്. രജ്ഞിപ്പും യോജിപ്പും ഉണ്ടാവേണ്ടത് വിശ്വാസത്തിലൂടെയാണ്, ആദർശത്തിലൂടെയാണ്. ആദർശത്തിൽ ഏകീകരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ലയനമുണ്ടാവില്ല, ഹൃദയത്തിൽ സ്നേഹമുണ്ടാവില്ല, ഹൃദയത്തിൽ ഐക്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങളുടെ ഖുലൂബിൽ, ഖുലൂബ് കൽബിൻ്റെ ബഹുവചനമാണ്. കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം അല്ലേ? കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, അതിൻ്റെ ബഹുവചനമാണ് ഖുലൂബ്. അപ്പോൾ നിങ്ങളുടെ ഖുലൂബിൽ അഥവാ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു എന്തും ഇട്ട് തന്നു? ഐക്യം ഇട്ട് തന്നു, സ്നേഹമിട്ട് തന്നു. അതെന്തിലൂടെയാണ്? ഫസ്ബഹ്തും, അതിലൂടെ നിങ്ങൾ ആരായി മാറി? ബിനിഅമതിഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഇഖ്വാനാ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആരായി? ഇഖ്വാനാ. എന്തുകൊണ്ട്? നാം മുസ്ലിങ്ങളായാൽ മാത്രം പോരാ, മുസ്ലിങ്ങളാകുന്നതോടു കൂടി തന്നെ നാം നമ്മുടെ ഹൃദയത്തിൽ അങ്ങും ഇങ്ങും സ്നേഹിക്കണം. എന്നാലേ നമ്മുടെ ഇടയിൽ സഹോദര്യ ബന്ധം സ്ഥാപിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാഹ് നമുക്ക് നമ്മളോട് കൽപ്പിച്ചതായ ആ സ്നേഹം നാം പരസ്പരം സ്ഥാപിക്കുകയും പരസ്പരം ദേഷ്യപ്പെടാതിരിക്കുകയും പരസ്പരം വെറുക്കാതിരിക്കുകയും പരസ്പരം ചൊടിക്കാതിരിക്കുകയും പരസ്പരം ഭിന്നിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ റഹ്മത്ത് അള്ളാഹു ഇട്ട് തരുന്നത്. അപ്പോൾ നമ്മളിൽ നിന്നിട്ടാണ് ഐക്യത്തിനുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടാവേണ്ടതെന്നർത്ഥം. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഐക്യത്തിനുള്ള മാധ്യമം അള്ളാഹ് അങ്ങനെ കാട്ടി, അങ്ങനെ അവർ കാട്ടി എന്ന് പറഞ്ഞാൽ പറ്റൂല. നമ്മളുടെ ഇടയിൽ നാം ഉണ്ടാക്കി തീർക്കേണ്ട ഒരു യത്നമാണ്, ഒരു പ്രവർത്തനമാണ്, ഒരു പരിശ്രമമാണ്. എന്ത്? നമ്മുടെ ഇടയിൽ ഐക്യമുണ്ടാവണമെന്നത്. ആ ഐക്യമുണ്ടാവേണ്ടത് ആദർശത്തിലൂടെയും വിശ്വാസത്തിലൂടെയും, ആ ആദർശവും വിശ്വാസവും നമ്മിൽ നിന്നിട്ട് ആവശ്യപ്പെടുന്ന സ്നേഹബന്ധത്തിലൂടെയും ഉണ്ടാക്കേണ്ട ഐക്യമാണ്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ഫഅസ്ബഹ്തും, നിങ്ങളായി ബിനിഅമതിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നിങ്ങളായി. ആര്? ഇഖ്വാനാ, സഹോദരങ്ങളായി മാറി. അപ്പോൾ എന്തിലൂടെയാണ് അള്ളാഹുവിൻ്റെ നിഅമത്ത് അറിഞ്ഞത്? അള്ളാഹ് നമ്മെ അനുഗ്രഹിച്ചത് നമ്മുടെ യത്നത്തിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ വിശ്വാസത്തിലൂടെ, നമ്മുടെ ആദർശത്തിലൂടെ എന്നല്ലാതെ അള്ളാഹ് ഐക്യം ഉണ്ടാക്കട്ടെ അപ്പോൾ ഐക്യം ഉണ്ടായിക്കോട്ടെ, അള്ളാഹ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ പ്രവർത്തനം മുൻകടക്കണം. അതിൻ്റെ പിന്നിൽ വരുന്നതാണ് അള്ളാഹു നമ്മോടുള്ളതായ അനുഗ്രഹത്തിൻ്റെ നോട്ടം എന്നത് നാം മനസ്സിലാക്കണം. ഇത് ഈ ഐക്യത്തിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു കാഫിരീങ്ങളെക്കുറിച്ച് പറയുന്നത്, സത്യനിഷേധികളെക്കുറിച്ച് പറയുന്നത്, എന്തുകൊണ്ട് അവർ സത്യനിഷേധികളായി, എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകിയില്ല, എന്തുകൊണ്ട് അവർ ളാലിങ്ങളായി മാറി? അവർ സെലക്ട് ചെയ്തത് ഷർറായതുകൊണ്ട്, അവർ സെലക്ട് ചെയ്തത് കുഫ്റായതുകൊണ്ട്, അവർ സെലക്ട് ചെയ്തത് ഷിർക്കായതുകൊണ്ട് എന്ന് ഖുർആൻ പറയുന്ന ധാരാളം ശൈലികളുണ്ട്. അതെ, ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനന്നാർ.
നിങ്ങൾ നരകത്തിൻ്റെ വക്കിലായിരുന്നു കൂട്ടരെ. ഷഫാ ഹുഫ്ര, ഹുഫ്ര എന്ന് പറഞ്ഞാൽ തീയുടെ കുഴി, തീയാലുള്ള കുഴിയാണ് ഹുഫ്റത്തും മിനന്നാർ. അൽ ഖബറു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തും മിൻ ഹുഫ്റിൻ നീറാൻ എന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഏത്? ഖബർ ഒന്നിരിക്കലോ തീയാലുള്ള കുഴി അഥവാ നരകത്താലുള്ള കുഴി, അല്ലെങ്കിലോ സ്വർഗത്തിനാലുള്ള തോപ്പ്. ഇത് നാം പഠിച്ചതാണല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു എന്ത് കുന്തും നിങ്ങളായിരുന്നു. റസൂല് അവരെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു ശൈലിയുണ്ട്. എന്ത്? ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന നിങ്ങൾക്ക് ചെയ്തു തരുന്ന ദഅവത്തിൻ്റെ പിന്നിൽ നിന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അതെന്താണ്? ചില സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇത് മഴയൊക്കെ വന്നാൽ ഈ പാറ്റകളിങ്ങനെ പുറപ്പെടാറുണ്ട്. പാറ്റകൾ നിങ്ങൾ അറിയില്ലേ? പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതായ പാറ്റകളൊക്കെ അത് തീ കണ്ടാൽ തീയിൻ്റെ മീതെയും വീഴും, എന്ത് കണ്ടാലും അതിൻ്റെ മീതെ ഒരുമിച്ച് കൂടും. അങ്ങനെ തീ കുണ്ടാരത്തിലേക്ക്, തീയിൻ്റെ അകത്തേക്ക്, തീക്കുഴിയിലേക്ക് വീണുകൊണ്ടേയിരിക്കുന്ന പാറ്റകളെ രക്ഷപ്പെടുത്തുന്ന ആളെപ്പോലെ നിങ്ങൾ ഒരു തീയിൻ്റെ കുഴിയിലേക്ക് ഇങ്ങനെ വീഴാൻ പോകുകയാണ്. ആ സന്ദർഭത്തിൽ ഞാൻ കരയിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്ത്? ഹലും അനിന്നാർ, ഹലും അനിന്നാർ, ഹലും അനിന്നാർ. നരകത്തിൽ നിന്നിട്ട് നിങ്ങൾ തീയിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കൂ, തീയിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കൂ, തീയിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കൂ. ആര് എന്നെ അനുസരിച്ചവൻ നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുന്നു. ആര് എന്നെ കൂട്ടാക്കിയില്ല അവൻ നരകത്തിലേക്ക് സ്വയം തന്നെ അവനെ വലിച്ചെറിഞ്ഞവനായി മാറുകയും ചെയ്യുന്നു. നരകത്തിലേക്ക് സ്വയം വീഴുന്നവനായി മാറുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഹാദിയുണ്ട്. ഇവിടെ നിങ്ങളെ സന്മാർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട്. ആ ആൾ ഞാനാണ്. എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ കൊണ്ടുവന്ന ഖുർആനും ഞാൻ കൊണ്ടുവന്ന സുന്നത്തുമാണ് നിങ്ങളോട് പറയുന്നത്. ഹലും അനിന്നാർ, നരകത്തിൽ വീണു പോകരുത്, നരകത്തിൽ വീണു പോകരുത്. അതിനുള്ള കാരണങ്ങളൊക്കെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ എന്തിലൂടെയാണ് വീണു പോവുക എന്നത്. നിസ്കരിക്കാതിരുന്ന, ആദ്യമായിട്ട് തൗഹീദ് ക്ലിയറാക്കിയില്ലെങ്കിൽ, പിന്നെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, പിന്നെ ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ, നിർബന്ധ ധർമ്മങ്ങൾ, നിർബന്ധ നോമ്പുകൾ, നിർബന്ധ ഹജ്ജുകൾ, ഇതെല്ലാം റസൂലുള്ളാഹി ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചെന്നതായ ഭാഗങ്ങളാണ്. ഇവകളിലേക്ക് സൂചനയാണ് ഞാൻ നരകത്തിൻ്റെ വക്കിൽ നിന്നിട്ട് നിങ്ങളോട് ദൂരത്ത് പോകൂ എന്ന് പറയുന്നു. പക്ഷേ ചിലരത് കൂട്ടാക്കുന്നില്ല, നരകത്തിലേക്ക് സ്വയം ചാടി വീഴുന്നു എന്ന്. അതെ, ഇതാണ് ഖുർആനിൽ നാം കേട്ടായത്തിൽ അല്ലാഹു പറയുന്നത്. എന്ത്? ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ നരകത്തിലേക്ക് ചാടി കൂട്ടത്തോട് കൂടി വീഴുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ വകുന്തും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി, നരകത്തിന്റെ വക്കിലായിരുന്നു നിങ്ങൾ. ഫഅൻഖദകും മിൻഹാ, അല്ലാഹു നിങ്ങളെ ആ നരകത്തിന്റെ വക്കിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തി. ആ വരിയിൽ നിന്നിട്ട്, ലൈനിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തി റസൂലിലൂടെ. റസൂൽ വന്നിട്ട് ഇതിൽ കൂടി പോയാൽ നരകത്തിൽ വീണു പോകും എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതായ മാധ്യമമായിരുന്നു അല്ലാഹുവിൻ്റെ ദൂതർ. കാരണക്കാരായിരുന്നു അല്ലാഹുവിൻ്റെ ദൂതർ. ഫഅൻഖദകും മിൻഹാ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. ഇങ്ങനെയാണ് അല്ലാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തരുന്നത്, വിവരിച്ചു തരുന്നത്, വിശദീകരിച്ചു തരുന്നത്. എന്തിനു വേണ്ടി? നിങ്ങൾ സന്മാർഗികളാവാൻ വേണ്ടി.